ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബസ്മതി റൈസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് അളന്ന ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ എൻ്റെ ശബ്ദത്തിൽ ഒരു ക്ലാരിറ്റി കുറവും ഒരു അപാകതയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം എനിക്ക് പാടില്ല, പനിയായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം. നമുക്ക് ഈ കാര്യം ഒന്ന് കഴുകി കുതിർത്തി വാരി വെക്കണം. അതിനുശേഷം സ്പൈസസ് എല്ലാം നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. ജീരകവും പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, ബേ ലീഫ്, ഇത്രയും സ്പൈസസാണ് ഞാൻ നെയ്ച്ചോറുണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ അരി കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുക്കണം. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം റോസ്റ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ അരി അളന്നെടുത്ത് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ഇതാണ് കണക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാത്രം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചോറുകൾ തമ്മിൽ വിട്ട് കിട്ടാനും നമ്മുടെ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കാനും ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് വേണം അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ദേ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുതിർത്തി വാരി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നമുക്കതൊരു തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10-20 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ അരി പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും അതിൽ ബാലൻസ് വെള്ളം നിൽക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചോറെല്ലാം നല്ല രീതിയിൽ വെന്ത് വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി വിതറ് പോലെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്ത കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വേപ്പില, സവോള എല്ലാം ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചിക്കൻ കറിയുടെയും സലാഡിൻ്റെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കയറി നോക്കുക. പിന്നെ അത് കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.